HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു, ശില്പ, അനാമിക, ദിയ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ: AI തട്ടിപ്പിന് മൂക്കുകയർ, മുഴുവൻ സ്കൂളുകളിലും കൗൺസിലിംഗ് നടപ്പാക്കണം, ചക്ക വെട്ടുമ്പോൾ ഒരു കുരുവിന് പരിക്കു പറ്റിയേക്കാമെന്ന് എളമരം കരീം, മിനിമം ബാലൻസ് ബാങ്കുകൾ പിഴ ചുമത്തരുതെന്ന് ശുപാർശ, അതിശൈത്യം പിടിമുറക്കി, ജനജീവിതം ദുസ്സഹം, രാജ്യം സ്തംഭിച്ചു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. AI തട്ടിപ്പിന് മൂക്കുകയർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള സമൂഹ മാധ്യമങ്ങളിലെ തട്ടിപ്പുകൾക്കും വ്യാജ പ്രചാരണങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും മൂക്കുകയറിടാൻ IT ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര സർക്കാർ. ഫെബ്രുവരി 20 പ്രാബല്യത്തിൽ വരും. AI കണ്ടന്റുകൾ ഇതാദ്യമായി നിയമപരമായ ചട്ടക്കൂടിന്റെ പരിധിയിൽ കൊണ്ടുവന്നു. സിന്തറ്റിക്കലി ജനറേറ്റഡ് ഇൻഫർമേഷൻ എന്നാണ് വിശേഷണം. മുഴുവൻ സ്കൂളുകളിലും കൗൺസിലിംഗ് നടപ്പാക്കണം. സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലും കൗൺസിലിംഗ് സംവിധാനം നടപ്പാക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ. കുട്ടികളുടെ മനഃശാസ്ത്രത്തിൽ മുഴുവൻ അധ്യാപകർക്കും ഘട്ടം ഘട്ടമായി പരിശീലനം നൽകി ബോധവൽക്കരിക്കണമെന്നും കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ, അംഗങ്ങളായ P ഷാജേഷ് ഭാസ്കർ, മോഹൻകുമാർ എന്നിവരടങ്ങിയ ഫുൾ ബെഞ്ച് ഉത്തരവിട്ടു. താമരശ്ശേരിയിലെ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട മാധ്യമവാർത്തയെ തുടർന്ന് കൗമാരക്കാരുടെ സംഘർഷ പ്രശ്നങ്ങളെക്കുറിച്ച് കമ്മീഷൻ സ്വമേധയാ നടപടിയെടുക്കുകയായിരുന്നു. സ്കൂളുകളിൽ ബാലസൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ പദ്ധതികൾ ആരംഭിക്കണം. രക്ഷകർത്താക്കൾക്കായി സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുകയും സാങ്കേതിക വിഷയങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയും വേണം. കൗമാരക്കാരെ കലാകായിക സാഹിത്യ സംഗീത നാടക സന്നദ്ധ പ്രവർത്തനങ്ങളിൽ കൂടുതലായി ഇടപെടുത്തണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. ചക്ക വെട്ടുമ്പോൾ ഒരു കുരുവിന് പരിക്കു പറ്റിയേക്കാമെന്ന് എളമരം കരീം. പണിമുടക്കിലുണ്ടായ അക്രമ സംഭവങ്ങളെ ന്യായീകരിച്ച് CITU. ചക്ക വെട്ടുമ്പോൾ ഒരു കുരുവിന് പരിക്ക് പറ്റിയേക്കാമെന്ന് ജനറൽ സെക്രട്ടറി എളമരം കരീം പ്രതികരിച്ചത് പണിമുടക്ക് ദിനത്തിൽ UDFന്റെ യാത്ര മാറ്റിവെക്കാത്തതിനെതിരായ CPM വിമർശനത്തിനെ പ്രതിപക്ഷ നേതാവ് VT സതീശൻ തള്ളി. മിനിമം ബാലൻസ് ബാങ്കുകൾ പിഴ ചുമത്തരുതെന്ന് ശുപാർശ. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിനുള്ള പിഴ ബാങ്കുകൾ ഒഴിവാക്കണമെന്ന് പാർലമെന്റിന്റെ പെറ്റീഷൻസ് കമ്മിറ്റി ശുപാർശ ചെയ്തു. ധനമന്ത്രാലയവും റിസർവ് ബാങ്കും ഇതിനായി മാർഗരേഖ പരിഗണിക്കണമെന്നും നിർദ്ദേശിച്ചു. 2024-25 മാത്രം 4817 കോടി രൂപയാണ് പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകൾ ഈ ഇനത്തിൽ ഇടയാക്കിയത്. അതിശൈത്യം പിടിമുറക്കി, ജനജീവിതം ദുസ്സഹം. ജപ്പാനിൽ 46 മരണം, ന്യൂയോർക്കിൽ 18. അതിശൈത്യത്തിൽ വലഞ്ഞ് ലോകരാജ്യങ്ങൾ. ജപ്പാനിൽ കഴിഞ്ഞ 3 ആഴ്ചയായി തുടരുന്ന കനത്ത മഞ്ഞുവീഴ്ചയിൽ മരണം 46ആയി. സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് അധികൃതർ അറിയിച്ചു. മഞ്ഞുവീഴ്ചയുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ ഇതുവരെ 588 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ജനജീവിതം സ്തംഭിച്ച നിലയിലാണ്. മഞ്ഞുമൂടിയതോടെ വടക്കൻ മേഖലകളിൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. രാജ്യം സ്തംഭിച്ചു. 30 കോടി പേർ പണിമുടക്കി. ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ പോരാട്ട ചരിത്രത്തിൽ പുതിയ അധ്യായം രചിച്ച് കേന്ദ്ര ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന അഖിലേന്ത്യാ പണിമുടക്ക് വൻ ജനകീയ മുന്നേറ്റത്തിലായി. മോദി സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ ജനവഞ്ചക നയങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി ജനരോഷം അലയടിച്ചു. തൊഴിലാളികളോടൊപ്പം കർഷകരും കർഷക തൊഴിലാളികളും വന്നതോടെ ഗ്രാമനഗര ഭേദമില്ലാതെ രാജ്യം പ്രക്ഷോഭവേദിയായി. 30 കോടിയിലേറെ പേർ പണിമുടക്കിൽ അണിചേർന്നു. കഴിഞ്ഞ ജൂലൈ 9 സംഘടിപ്പിച്ച പണിമുടക്കിനേക്കാൾ 5 കോടിയിലധികം ആളുകളാണ് ഇത്തവണ പണിമുടക്കിയത്. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. കേരളം, പുതുച്ചേരി, അസം, ത്രിപുര, ഒഡീഷ, ജാർഖണ്ഡ്,
തമിഴ്നാട്, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, ഗോവ എന്നിവിടങ്ങളിൽ പണിമുടക്ക് പൂർണ്ണമായി. രാജസ്ഥാൻ, ഹരിയാന, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, മേഘാലയ, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിലെ ഭൂരിപക്ഷം തൊഴിലാളികളും സമരത്തിൽ അണിനിരന്നു. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, ഡൽഹി, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വ്യാവസായിക മേഖലകളും സ്തംഭിച്ചു. നിശാഗന്ധി നൃത്തോത്സവത്തിന് ഇന്ന് തുടക്കം. നിശാഗന്ധി പുരസ്കാരം മണിപ്പൂരി നർത്തകി പത്മശ്രീ ദർശന ജാവേരിക്ക്. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാരിൻ്റെ ഈ വർഷത്തെ നിശാഗന്ധി പുരസ്കാരം പ്രശസ്ത മണിപ്പൂരി നർത്തകി പത്മശ്രീ ദർശന ജാവേരിക്ക്. കേന്ദ്ര സർവകലാശാലയ്ക്ക് ഭൂമി തീരുമാനമില്ലാതെ 1 വർഷം. കാസർകോട്ടെ കേന്ദ്ര സർവകലാശാലയ്ക്ക് തലസ്ഥാനത്ത് ക്യാമ്പസ് ആരംഭിക്കുന്നതിന് സർക്കാരിൻ്റെ കൈവശമുള്ള ഭൂമി അനുവദിക്കാനുള്ള ഫയൽ 1 വർഷമായി തീരുമാനം കാത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ. സ്ഥിരം ക്യാമ്പസിന് വേണ്ടി നെടുമങ്ങാട് ആണ്ടൂർകോണത്ത് 5 ഏക്കർ സർക്കാർ ഭൂമി പട്ടത്തിന് വിട്ടുകൊടുക്കാൻ റവന്യൂ വകുപ്പിൻ്റെ ശുപാർശയോടെ ധനവകുപ്പിന് അയച്ച ഫയലിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അഭിപ്രായം തേടിയത്. ONV ഓർമ്മയായിട്ട് 10 വർഷം. മലയാളത്തിൻ്റെ പ്രിയ കവി ONV കുറുപ്പ് വിട പറഞ്ഞിട്ട് ഫെബ്രുവരി 13-ന് 10 വർഷം തികഞ്ഞു. മലയാള ഭാഷ നിലനിൽക്കുവോളം ഓർമ്മിക്കപ്പെടും എന്നുറപ്പുള്ള പേരാണ് ONV കുറുപ്പ്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കവിതാരചന തുടങ്ങിയ ONV തൻ്റെ ആദ്യ കവിതയായ മുന്നോട്ട് എഴുതുന്നത് 15-ാം വയസ്സിലാണ്. മലയാളത്തിൽ ഏറ്റവും അധികം സംഗീത സംവിധായകർക്കു വേണ്ടി ഗാനം എഴുതിയ കവി ONV തന്നെ. 200-ൽ പരം ചലച്ചിത്രങ്ങൾക്ക് ഗാനരചന നിർവഹിച്ചു. ONVയുടെ പ്രിയപ്പെട്ട കവിതകളിലൊന്നായ പാഥേയം ചെറുമകളും ഗായികയുമായ അപർണ രാജീവ് ആ സ്നേഹാർദ്രമായ ഓർമ്മകൾക്ക് മുന്നിൽ സമർപ്പിക്കാൻ ഒരുങ്ങുന്നു. സംഗീതം ഒരുക്കുന്നത് രാജീവ് ONV. ഡൽഹി നിയമസഭയിലേക്ക് ഉജ്ജ്വല മാർച്ച്. അഖിലേന്ത്യാ പണിമുടക്കിൻ്റെ ഭാഗമായി ഡൽഹിയിലും പ്രതിഷേധം ഇരമ്പി. ഗാന്ധി സ്മാരകമായ രാജ്ഘട്ടിൽ നിന്ന് ഡൽഹി നിയമസഭയിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിൽ 100 കണക്കിന് പേർ അണിനിരന്നു. CITU, അഖിലേന്ത്യാ കിസാൻ സഭ, അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. CITU പ്രസിഡന്റ് സുദീപ് ദത്ത, കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ, കർഷക തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി B. വെങ്കട്ട് എന്നിവർ നേതൃത്വം നൽകി. CITU വൈസ് പ്രസിഡന്റ് തപൻ സെൻ, CPIM ഡൽഹി സംസ്ഥാന സെക്രട്ടറി അനുരാഗ് സക്സേന, കിസാൻ സഭ ഫിനാൻസ് സെക്രട്ടറി P. കൃഷ്ണനാഥ് തുടങ്ങിയവരും അണിനിരന്നു. പണിമുടക്കിനെ വിമർശിച്ച് തരൂർ. ഭാരത് ബന്ദ് യഥാർത്ഥത്തിൽ മറ്റൊരു കേരള ബന്ദ് മാത്രമായി ഒതുങ്ങിയെന്നത് ഖേദകരമായ ഒരു വൈരുദ്ധ്യമാണെന്ന് ശശി തരൂർ MP. ശബരിമല ജീവനക്കാരുടെ പണമിടപാടുകൾ അന്വേഷിക്കണം ഹൈക്കോടതി. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ശബരിമല സന്നിധാനത്ത് ഡ്യൂട്ടി ചെയ്ത ചില ജീവനക്കാർ സംശയകരമായ പണമിടപാടുകൾ നടത്തിയെന്ന റിപ്പോർട്ട്. വിശദമായ അന്വേഷണം നടത്തി 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ദേവസ്വം ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ അന്വേഷണം നടത്താനാണ് ജസ്റ്റിസ് വി. രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുൾപ്പെടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ നിർദ്ദേശം. കാവ്യസൂര്യൻ വിടവാങ്ങിയിട്ട് 10 വർഷം. ഓർമ്മകളിൽ ഇന്നലെകൾ പിന്നെയും ഒതുക്കി. കൈരളിയുടെ കാവ്യസൂര്യൻ ONV കുറുപ്പ് വിടവാങ്ങിയിട്ട് വെള്ളിയാഴ്ച 10 വർഷം. മലയാളി മനസ്സിൽ ജീവിതാവബോധവും വിപ്ലവാവേശവും നിറച്ച വരികൾ പിറന്ന വഴുതക്കാട്ടെ ഇന്ദിരം വീട് ഇന്നും ഓർമ്മകളിൽ തന്നെ. 2016 ഫെബ്രുവരി 13-നാണ് ONV മരിച്ചത്. 15-ാം വയസ്സിലാണ് എഴുത്തു തുടങ്ങിയത്. പൊന്നരിവാൾ അമ്പിളി, മധുരിക്കും ഓർമ്മകളെ പോലുള്ള നാടകഗാനങ്ങളും 100 കണക്കിന് സിനിമാ ഗാനങ്ങളും നിരവധി കവിതാ സമാഹാരങ്ങളും ONV കാലം മലയാളത്തിന് നൽകി. ജീവിതത്തിലുടനീളം കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യവും കാത്തുസൂക്ഷിച്ചു. വരും തലമുറയ്ക്കായി ഗാന്ധിജി വെടിയേറ്റ് മരിച്ച ദിവസത്തെ ഓർമ്മകളും കവി പങ്കുവച്ചിരുന്നു. അന്ന് തലസ്ഥാനത്ത് നടന്ന മൗനജാഥയിൽ ONVയും പങ്കാളിയായിരുന്നു. കാവ്യജീവിതം വഴിയും പുരോഗമന ചിന്ത കൊണ്ടും മലയാളി മനസ്സിൽ ഇന്നും ONV സ്വാധീനം ചെലുത്തുന്നു. അച്ഛൻ്റെ ജീവിതമായിരുന്നു ഞങ്ങൾക്കുള്ള സന്ദേശമെന്നും അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും മകൻ രാജീവ് പറഞ്ഞു.
പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. AI തട്ടിപ്പിന് മൂക്കുകയർ. മുഴുവൻ സ്കൂളുകളിലും കൗൺസിലിംഗ് നടപ്പാക്കണം. ചക്ക വെട്ടുമ്പോൾ ഒരു കുരുവിന് പരിക്കു പറ്റിയേക്കാമെന്ന് എളമരം കരീം. മിനിമം ബാലൻസ് ബാങ്കുകൾ പിഴ ചുമത്തരുതെന്ന് ശുപാർശ. അതിശൈത്യം പിടിമുറക്കി. ജനജീവിതം ദുസ്സഹം. രാജ്യം സ്തംഭിച്ചു. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. സാ സദസ നിധ പനിധ മഗ മഗരി സ. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. സാ സദസ നിധ പനിധ മഗ മഗരി സ. പോയ വാരത്തിലെ വിജയി. വിജയികളില്ല. സാ സദസ നിധ പനിധ മഗ മഗരി സ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ഏതു വർഷമാണ് TG പുരുഷോത്തമൻ ബ്ലാസ്റ്റേഴ്സ് സീനിയർ ടീമിന്റെ സഹപരിശീലകനായത്? 2023 ജൂലൈ. സാ സദസ നിധ പനിധ മഗ മഗരി സ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. കേരള സർക്കാരിന്റെ ഈ വർഷത്തെ നിശാഗന്ധി പുരസ്കാരം ആർക്ക്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. സാ സദസ നിധ പനിധ മഗ മഗരി സ. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.